ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജാസ്മിൻ എഴുതിയിരിക്കുന്ന മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ജാസ്മിൻ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് അമ്മയുടെ 21ാമത്തെ വയസ്സിലാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ പ്രായം ഊഹിക്കാമല്ലോ. അമ്മയ്ക്ക് ഒറ്റ മകളാണ് ഞാൻ. എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല. അമ്മ എന്നോട് പറഞ്ഞിട്ടുമില്ല. അമ്മ പഠിച്ചിരുന്ന സമയത്തുണ്ടായ ഒരു അഫെയർ മൂലമാണ് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരമ്മാവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അമ്മയെ ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് കോളേജിൽ കൊണ്ടുവിട്ടത്. ഡിഗ്രി സമയത്ത് അവിടെയുള്ള ഏതോ സുന്ദരൻ്റെ പുറകെ കറങ്ങി നടന്ന് അങ്ങനെ ആയതാണ്. കാമുകൻ്റെ കൂടെ കറങ്ങി നടന്ന് ഗർഭിണിയായ അമ്മ ആ വിവരം വീട്ടിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു. 6 or 7 മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. നാണക്കേടും ചോദ്യം ചെയ്യലുമായി. അമ്മ ആരാണെന്ന് പറഞ്ഞില്ല. പിന്നീട് കോളേജിലേക്ക് വിട്ടില്ല. രഹസ്യമായി എന്നെ പ്രസവിപ്പിച്ചു. പക്ഷേ നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുതെന്ന് ബന്ധുക്കളൊക്കെ അമ്മയോട് പറഞ്ഞു. അതോടുകൂടി കുഞ്ഞിനെയും കൊണ്ട് അമ്മ തറവാട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നാണക്കേടൊക്കെയായിരുന്നു. അങ്ങനെ അമ്മയുടെ മൂത്ത ആങ്ങളയുണ്ട്, എൻ്റെ മാമ. ആ മാമയുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ താമസിച്ചത്. ഭർത്താവ് മരിച്ചുപോയ സഹോദരി എന്നുള്ള നിലയിലാണ് മാമ അവിടെ അമ്മയെ പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ ആ വീട്ടിൽ മാമയുടെ മക്കൾക്കൊപ്പമാണ് ഞാൻ കളിച്ചു വളർന്നത്. അവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. മാമയുടെ സ്വഭാവം ഇത്തിരി ചോർച്ചുള്ളതാണ്. അത് ഭാര്യയോടും മക്കളോടും എൻ്റെ അമ്മയോടും എല്ലാം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേർതിരിവൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ വളർന്നു വന്നു. പക്ഷേ ഞാൻ ഡിഗ്രിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ എൻ്റെ മാമ പറഞ്ഞു, നിന്നെ എത്രയും പെട്ടെന്ന് കെട്ടിക്കണം, കെട്ടിച്ചെങ്കിലേ ശരിയാകുള്ളൂ. കാരണം നിൻ്റെ അമ്മ വഴി പിഴച്ച് പോയതാണ്. നീയും അതേ പ്രായത്തിൽ വഴി പിഴയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിനക്ക് പ്രായപൂർത്തിയായല്ലോ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയാൽ ഒരാളുടെ കൂടെ എന്നെ കല്യാണം കഴിപ്പിക്കുകയായിരുന്നു മാഡം. എൻ്റെ ഭർത്താവിനെ ശരിക്കൊന്നും ഞാൻ അറിയുന്ന പോലുമില്ല. കാണാൻ സുന്ദരനാണ്, അത്രയും മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും എന്നെ വീട്ടുകാർ അനുവദിച്ചില്ല. അങ്ങേര് വന്നു, പെണ്ണ് കണ്ടു, എൻ്റെ ഇഷ്ടമൊന്നും ചോദിച്ചില്ല. അങ്ങേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണവും കഴിഞ്ഞു മാഡം. എൻ്റെ ഭർത്താവിന് അമ്മയില്ല. 15 വയസ്സായപ്പോൾ മരിച്ചു പോയതാണ്. പുള്ളിക്ക് ഒരു കമ്പനിയിൽ സ്ഥിരമായ ജോലിയുണ്ട്. ഭർത്താവിൻ്റെ അച്ഛൻ ആ വീട്ടിലുണ്ട്. പക്ഷേ എൻ്റെ മാമയുടെ നിർബന്ധമായിരുന്നു എന്നെ കല്യാണം കഴിക്കുന്ന ആൾ എൻ്റെ അമ്മയെയും ഏറ്റെടുക്കണമത്രേ. ആദ്യമൊക്കെ കുറേ ആലോചനകൾ പുള്ളിക്കാരൻ നോക്കിയതാണ്. ആരും സമ്മതിച്ചില്ല. ഇങ്ങേര് മാത്രമാണ് അതിന് സമ്മതിച്ചത്. അതുകൊണ്ടാണ് കല്യാണം പെട്ടെന്ന് കഴിഞ്ഞതെന്ന്. ഇതൊന്നും ഭർത്താവോ ആരുമോ എന്നോട് പറഞ്ഞിരുന്നില്ല മാഡം. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ വീട്ടിൽ എൻ്റെ അമ്മ ഒന്ന് താമസമാക്കി. അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ എന്തുകൊണ്ടാണ് മാമയുടെ വീട് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പം അമ്മ പറഞ്ഞു, അവരിറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങി. എനിക്ക് എവിടെയെങ്കിലും ജീവിക്കണ്ടേന്ന്. ആ വീട്ടിൽ അമ്മ ഒത്തിരി സഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുക്കളയിലായിരുന്നു ഏത് നേരവും. ആരെയും വെറുപ്പിക്കാതെ പുറത്തെങ്ങും പോകാതെ അമ്മ ഇങ്ങനെ നല്ല ജോലികൾ ചെയ്ത് അവിടെ ജീവിക്കുകയായിരുന്നു എന്ന് മാത്രം എനിക്കറിയാം. മറ്റു പ്രശ്നങ്ങളെ പറ്റിയിട്ടോ അമ്മയുടെ മനസ്സിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അടുക്കളയിലായിരുന്നു. സമയാസമയങ്ങളിൽ എല്ലാം വെച്ച് വിളമ്പിക്കൊടുക്കും. നേരത്തെ ഒരാളുണ്ടായിരുന്നു പോലും എൻ്റെ ഭർത്താവിനെയും അച്ഛനെയും നോക്കാൻ വേണ്ടിയിട്ട്. എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീയെ പറഞ്ഞു വിട്ടത്രേ. എനിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു അടിമയോ വേലക്കാരിയോ മറ്റോ ആവുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു മാഡം. എന്തായാലും അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മയായി എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സമയാസമയത്ത് വെച്ച് വിളമ്പിക്കൊടുക്കല്ലേ, അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ പ്രത്യക്ഷത്തിൽ മരുമകനോടും അമ്മായപ്പനോടൊന്നും വലുതായിട്ടൊന്നും സംസാരിക്കാറൊന്നുമില്ല. എല്ലാം വെച്ച് വയ്ക്കും. ഞാനാണെങ്കിൽ വിളമ്പിക്കൊടുക്കും. അത്രയേ ഉള്ളൂ. ധാരാളം മുറികളുള്ള ഒരു വീടാണ്. അതിലൊരു മുറി എൻ്റെ ഭർത്താവ് അമ്മയ്ക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അതിൽ അമ്മ സംതൃപ്തയായിരുന്നു. പിന്നീട് ഒരു ടി വിയും കൂടി അവിടെ കൊടുത്തു. അങ്ങനെ അമ്മ പാചകം, ടി വി കാണൽ അതിനുള്ളിൽ മാത്രമായിരുന്നു. എന്നോട് ഭർത്താവിനോടൊന്നും അധികം നിർദ്ദേശങ്ങളൊന്നും തരാൻ വരില്ല. പണ്ടും അമ്മ അങ്ങനെ തന്നെയായിരുന്നു. അമ്മ പിന്നീട് ആ ഒരു ദുരന്തത്തിന് ശേഷം ഒരിക്കൽ പോലും പുറത്തങ്ങ് ഇറങ്ങിയിട്ട് ഒന്നും ആസ്വദിച്ചിട്ടുമില്ല. ആരെ കണ്ടാലും ചിരിക്കുന്നൊരു മുഖവും എൻ്റെ അമ്മയ്ക്കില്ലായിരുന്നു. അതുമാത്രം എനിക്കറിയാം. അമ്മ ശരിക്കും ഒരു അവാർഡപടമായിരുന്നു മാഡം. അങ്ങനെ തന്നെയാണ് ഇവിടെയും. പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുമായിരുന്നു. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഞാനും ഭർത്താവും കൂടെ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ മുറിക്കകത്തിരുന്ന് കരയുന്നു. ഞാൻ എന്താ അമ്മ എന്ന് ചോദിച്ചിട്ട് അമ്മയൊന്നും പറയുന്നില്ല. കുറേ നേരം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉച്ചയ്ക്ക് ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയുടെ അടുത്തേക്ക് എൻ്റെ അമ്മായിപ്പൻ ചെല്ലുകയും അമ്മയുടെ അടുത്ത് കയറി കിടന്ന്
അമ്മയെ എന്തൊക്കെയോ രീതിയിൽ മിസ്ബിഹേവ് ചെയ്തെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ആക്രാന്തമുള്ള ഒരാളാണെന്ന് എനിക്കൊരിക്കലും അമ്മായപ്പനെ കണ്ടപ്പോൾ തോന്നിയില്ല. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ആവേശം വളരെ കുറവാണ്. പുറത്തു കൊണ്ടുപോകാനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ ഉത്സാഹമൊന്നുമില്ല. എന്നോട് വലിയ താല്പര്യമുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇയാൾ എന്തിനാണ് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആളുകൾ എന്ത് പറയുന്നോർത്ത് കല്യാണപ്രായമായി കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണെ കല്യാണം കഴിച്ചതാണ്. പുള്ളിക്ക് സ്ത്രീകളോടൊന്നും അമിത താല്പര്യമുണ്ടെന്നോ അല്ലെങ്കിൽ എന്നോട് താല്പര്യമുണ്ടെന്നോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതെന്താണെന്ന് എനിക്കും അറിയില്ല, പുള്ളിക്കും അറിയില്ല. പിന്നെ കൂടുതലൊന്നും എനിക്കറിയാത്തത് കൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വിഷമവും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു മാഡം. പല സ്ത്രീകളും ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുള്ളി കുതിച്ച് ചാടുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ മറ്റു കാര്യങ്ങൾ ഓർത്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ ഇപ്പം ഇതിലെന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല. വഴക്കും വെക്കാനൊന്നുമില്ല. അത്യാവശ്യം കാശുണ്ട്, പർച്ചേസൊക്കെ ചെയ്യാം, വീട്ടിൽ സമാധാനമുണ്ട്. ഇത്രയും മാത്രമാണ് എൻ്റെ വിവാഹം കൊണ്ട് എനിക്കുണ്ടായ ഗുണം. മാമാൻ്റെ വീട്ടിലെ ജീവിതം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇത് ബെറ്ററാണ്. അതല്ലാതെ എന്താണ് പുരുഷ സുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു പിടിയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ വിവാഹ ജീവിതം. പിന്നെ സമാധാനമുണ്ടല്ലോ, അത് മതി എന്നോർത്ത് ഞാനും മുന്നോട്ട് പോയി. അപ്പോഴാണ് ഈ ഒരു കൊസ്രാക്കൊള്ളി വന്നത്. അമ്മയാണെങ്കിൽ വല്ലാത്ത കരച്ചിൽ. ഞാനപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാ ഇത്ര ബഹളം വെക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളിക്ക് 19 വയസ്സുണ്ട്. അയാളേക്കാൾ എന്തായാലും 15 വയസ്സിനെങ്കിലും ഡിഫറൻസ് അമ്മയ്ക്കില്ലേ? അയാളൊന്ന് വന്നു. അപ്പോൾ അമ്മയ്ക്ക് പിടിച്ചൊരു തെള്ളു കൊടുത്തു കഴിഞ്ഞാൽ അയാളൊരു മൂലയ്ക്ക് കിടക്കില്ലേ? ഇത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു, എന്തായാലും ഈ കാര്യം എൻ്റെ ഭർത്താവിനോടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അറിയാതെ സംഭവിച്ചതാകും. ഈ കിളവന്മാർക്ക് ഇത്തിരി അസുഖം കൂടുതലാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് എന്തായാലും അങ്ങനൊന്നും വന്നില്ല. ഭർത്താവാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങ് സഹിക്കും. പക്ഷേ കിളവന്മാരിങ്ങനെയൊന്നും വന്നു കഴിഞ്ഞാൽ ഞാൻ സഹിക്കില്ല മാഡം. അതിനൊക്കെ ഞാൻ തിരിച്ച് പ്രതികരിക്കും. പക്ഷേ ഭർത്താവിനോട് പ്രതികരിക്കാൻ എനിക്ക് ഭയമുണ്ട്. കാര്യം കെട്ടിയവനല്ലേ. അതല്ലാതാണെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. അങ്ങനെ ആദ്യ സംഭവം ഞാൻ അങ്ങ് സമാധാനിപ്പിച്ചു വിട്ടു. പിന്നെയും ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ കരച്ചിലും വിളിച്ചിലും തുടങ്ങി. ഇന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് അയാൾ എൻ്റെ കാലിൽ വന്ന് തഴുകി. അപ്പോൾ ഞാനൊന്നും അറിഞ്ഞടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴില്ലേ അയാൾ ദേ പോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കാണിച്ചു. കണ്ടില്ലേ കരിനീലിച്ച് കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അമ്മ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അയാളുണ്ടായിരുന്നു. അയാളെ ഒച്ച വെച്ച് ഓടിച്ചുവിടാൻ വയ്യായിരുന്നു. അയാൾ വന്നു, കാലിൽ പിടിച്ചു. പിന്നെ വേറെ സംഗതികൾ. ഇങ്ങനെ കരിനിലിച്ച് കിടക്കാൻ മാത്രം ഇത്രയും നേരം എന്തെടുക്കായിരുന്നു അമ്മ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും ഞാനിവിടെ വലിയ പ്രശ്നത്തിലാണ്, നിനക്കൊന്നും അറിയില്ല, എനിക്ക് പേടിയാണ് പുരുഷന്മാരെ, പണ്ട് എനിക്ക് അബദ്ധം സംഭവിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കരയുകയാണ്. ഇതൊക്കെ കിട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ശരിയായിരിക്കും, പണ്ട് എന്തെങ്കിലും അബദ്ധമായിരിക്കും സംഭവിച്ചത്, പേടിപ്പിക്കുന്ന വല്ല കാര്യങ്ങളുമായിരിക്കും അമ്മയ്ക്ക് സംഭവിച്ചത്, അതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തത് ഇത്രയും നാളായിട്ടും രഹസ്യമല്ലേ. എന്തായാലും എൻ്റെ ഭർത്താവിനോട് പറയണ്ട, അമ്മായിപ്പനോടൊന്ന് പോയി ചോദിക്കാം എന്താ നടന്നതെന്ന്. അങ്ങനെ ഭർത്താവൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ അമ്മായിപ്പൻ്റെ മുറിയിലേക്ക് ചെന്നു. അമ്മായിപ്പൻ ചോദിച്ചു, എന്താ മോളെന്ന്. ഞാൻ ചോദിച്ചു, അച്ഛൻ 2-3 പ്രാവശ്യമായിട്ട് എന്തായി കാണിക്കുന്നതെന്ന്. എന്താ മോളെ, ഞാൻ എന്ത് കാണിച്ചു? അല്ല, എൻ്റെ അമ്മയുടെ മുറി ചെന്നിട്ട് അമ്മ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുകയാണോ? എന്തായി കാണിക്കുന്നത്? കരിനീലിച്ച് കിടക്കുകയാണെന്നാണല്ലോ അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഞെട്ടി. എന്തൊക്കെയാണ് മോളി പറയുന്നത്? അവരുടെ മുറിയുടെ ഭാഗത്തേക്ക് ഞാൻ പോകാറേയില്ല. നീ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന പോലും. അവരെ ശല്യപ്പെടുത്താൻ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഈ വയസ്സാം കാലത്ത് എനിക്ക് അവരോട് ഒട്ടും താല്പര്യമില്ല. അവരോട് വന്ന് താമസിക്കുന്നതിൽ എനിക്കത് എതിർപ്പായിരുന്നു. പിന്നീട് എൻ്റെ മോൻ പറഞ്ഞതല്ലേ, പിന്നെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു. ഞാൻ നിന്നോട് പോലും അധികം സംസാരിക്കാൻ പറ്റില്ല. പിന്നാണോ അവരുടെ മുറിയിൽ പോയിട്ട് അവരുടെ കാലെ തടവുന്നത്? നിനക്ക് എന്താണ്, വട്ട് പിടിച്ചോ? നിൻ്റെ അമ്മയ്ക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ട്. അത് കേട്ടിട്ട് നീ എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത്. ഇതൊക്കെ എൻ്റെ മോൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ദാമ്പത്യ ജീവിതം തകരാറിലാകും, കുടുംബത്തിന് മാനക്കേടുമാകും, ഇവിടുത്തെ സ്വസ്ഥത മൊത്തം പോകും മോളെ, ഇങ്ങനൊന്നും പറയരുത് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ആര് പറയുന്ന സത്യം? ഞാൻ ആ കൂടി കൺഫ്യൂഷനായി. ഞാൻ ചോദിച്ചു, അച്ഛനപ്പം ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടേ ഇല്ല, അച്ഛൻ കള്ളത്തരം പറയണമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ കളത്തരം പറയല്ല, നീ ഇപ്പം എൻ്റെ കൂടെ വാ, നിൻ്റെ അമ്മയുടെ മുറി ചെന്ന് ഞാൻ ഒന്ന് ചോദിക്കട്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ വിളിച്ചുകൊണ്ട് അമ്മയുടെ മുറിയിൽ വന്നു. അമ്മ എവിടെയെങ്കിലും ഇരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ സ്റ്റഡിയിലേക്ക് വടിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, ഹേയ് സ്ത്രീയെ, നിങ്ങളെ ഞാൻ കയറി പിടിച്ചോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? നിങ്ങളുടെ കാൽ തടവിയോ? നിങ്ങളെ കരിനീലിപ്പിച്ചോ എന്നൊക്കെ പുള്ളി യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വാചകങ്ങൾ വെച്ചിട്ട് പച്ചയായിട്ട് അങ്ങ് തുറന്നു ചോദിച്ചു. സത്യം പറ, എൻ്റെ ഭാര്യ മരിച്ചിട്ട് ഒത്തിരി വർഷമായി, ഇന്നുവരെ വേറൊരു പെണ്ണിനെ നോക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിട്ടില്ല. പിന്നാണോ ഈ 60-ാം വയസ്സിൽ എന്ന് പറഞ്ഞ് പുള്ളി ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, ഷോ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ, പക്ഷേ എനിക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ സ്വപ്നത്തിൽ തോന്നിയായിരിക്കും മോളെ, ഇങ്ങനെ തന്നെ ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു, പുള്ളിക്കാരൻ വന്നു കാണില്ലെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ കുഴപ്പം എൻ്റെ അമ്മായച്ചനല്ല, എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. അമ്മയ്ക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നം ഇവിടെ വന്നത് പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി പണ്ട് മുതലേ ഉണ്ടോ എന്താണെന്നും എനിക്കറിയില്ല മാഡം. ആ സമയത്ത് ഇതിനെപ്പറ്റിയൊന്നും ചിന്ത പോയില്ല. ഈ സമയത്താണ് എനിക്ക് തോന്നിയത് അമ്മയ്ക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാനാണെങ്കിൽ എൻ്റെ അമ്മായച്ചനോട് ക്ഷമ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാൻ അമ്മയെ വിളിച്ചിരുത്തി ചോദിച്ചു യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന്. അപ്പോൾ എൻ്റെ അമ്മ പറയുകയാണ്, എന്തോ ഈ പറഞ്ഞ സംഭവങ്ങൾ നടന്നതായിട്ട് എനിക്ക് തോന്നി, ചിലപ്പോൾ ഞാൻ കിടന്നപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന്. അപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അമ്മയ്ക്ക് നന്നായി ഹാലിളകിയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഒന്നും പറയാഞ്ഞത് ഭാഗ്യമായി. അമ്മായപ്പനോട് ഉടക്കുണ്ടാക്കി കഴിഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതി? എന്തായാലും ഞാൻ അമ്മായപ്പനോട് പോയി പറഞ്ഞു ഇതേപോലൊക്കെ സംസാരിക്കുന്നുവെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാനാണ്, ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഒരു ചെറിയ കാര്യമല്ലേ ഉള്ളൂ, ബാക്കി കാര്യമെല്ലാം നോർമലായിട്ട് ചെയ്യുന്നില്ലേ? എന്തോ മതിഭ്രമം വല്ലതും ആയിരിക്കും, അതുകൊണ്ട് മോള് ശ്രദ്ധിക്കാൻ പോകണ്ട. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട, കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ശരിയാകും, സ്വപ്നമാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞപ്പോഴില്ലേ ഒരു ദിവസം എന്നോട് പറയുകയാണ്, നിൻ്റെ ഭർത്താവ് ഇന്നിവിടെ വന്നിരുന്നു, എൻ്റെ കാലിൽ തടവിയിട്ട് പോയെന്നും. ആ സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡ് അന്ന് അവിടെ ഇല്ലേ ഇല്ല. പുള്ളിക്കാരൻ രാവിലെ പോയതാണ്, ആ വീട്ടിലേക്ക് വരാൻ യാതൊരു വഴിയുമില്ല. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് നല്ല എന്തോ പ്രശ്നമുണ്ടെന്ന്. ആ സമയത്ത് ഞാൻ അമ്മയുമായിട്ട് മുട്ടനൊടക്കായി. എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളെ ചികിത്സിക്കാം, ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അതൊന്നും എനിക്കറിയില്ല, സ്വപ്നമായിരിക്കാം, അതായതാന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിന്നോട് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഒരു ദിവസം രാത്രി ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നല്ലോ, നമ്മളിങ്ങനെ പാതി വഴിക്കായി കഴിയുമ്പോഴേക്കും എനിക്കൊരു ഫോൺ വന്നു. അപ്പോൾ അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അർജൻറ്റ് ആയതുകൊണ്ട് എന്നെ എടുത്ത് ഇങ്ങനെ പോകാൻ നേരത്ത് എന്താ നിങ്ങൾ പോകുന്നതെന്നൊക്കെ നീ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിച്ചിരുന്നു, പകുതിക്ക് വെച്ച് നിങ്ങൾ പോയില്ലേ, അപ്പോൾ എനിക്ക് വല്ലാത്ത നിരാശയായിരുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴില്ലേ നമ്മുടെ റൂമിൻ്റെ വാതിൽക്കൾക്ക് ഇത്തിരി അപ്പുറത്തായിട്ട് നിൻ്റെ അമ്മ നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് നടന്നു പോയെന്ന്. ഉള്ളതാണോ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനാണ് സത്യം, നിനക്ക് ആരുടെ സത്യമാണ് കേൾക്കേണ്ടത്, ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നുകയാണ്. പിന്നീട് ഒരു ദിവസം കൂടി നമ്മുടെ ബെഡ്റൂമിൻ്റെ അവിടെ പുള്ളിക്കാരി ഞാൻ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒരു സമയത്തൊന്നുമല്ല, അല്ലാതെ രാത്രി തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിയെ ഇവിടെ സംശയാസ്പദമായിട്ട് കണ്ടു. ഞാൻ എപ്പോഴെല്ലാം ഓർത്തു, എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇതൊന്നുമല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ഉറക്കം വരാത്തതുകൊണ്ടോ മറ്റോ നടന്നു വന്നതാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇടി എനിക്ക് സംശയമുണ്ട്, നമ്മുടെ ബെഡ്റൂമിൽ വന്ന് പുള്ളിക്കാരി ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഛേ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതല്ല, ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഏതുമായിട്ട്? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്കൊന്നും മനസ്സിലായില്ലേ, നിൻ്റെ അമ്മയ്ക്ക് നല്ല മതമിളകിയിരിക്കുകയാണ്, അവർക്ക് ഇത്തരം കാര്യങ്ങളോട് നല്ല താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് നടക്കുന്നതും പുറത്തു പോകുന്നതും ഒക്കെ കാണുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് എന്തോ വലിയ വിഷമമോ എന്തോ ഒരു ഇളക്കമോ ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചില കഥകൾ. ഭർത്താക്കന്മാരില്ലാത്ത ചില സ്ത്രീകൾക്ക് ഇങ്ങനെയാണ്, മകളും മരുമകനും കൂടി ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ഒന്ന് എത്തി നോക്കാൻ തോന്നിയേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇതൊന്നും ശരിയല്ലെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്നോട് ഇത് പറയരുതായിരുന്നു, ഞാൻ അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. ഇപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുന്നു, ഇതിൽ പക്ഷേ എന്തോ പ്രശ്നമുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് ഹാലിളകിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതെനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരിയായിരിക്കാം, പക്ഷേ അവരോട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ, അവർക്ക് ചമ്മൽ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന്. ഭർത്താവൊപ്പം എന്നെ ഒന്ന് തുറച്ചു നോക്കി, നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഇവിടെ അതിന് കാര്യമായ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, 5-10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എന്നെക്കൊണ്ട് നിനക്കൊന്നും പറ്റുന്നില്ലെന്നാണോ നീ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട്, നിങ്ങളോട് ഞാൻ തുറന്ന് പറഞ്ഞില്ല, ഇപ്പോഴാണ് പറഞ്ഞത്. നിങ്ങളുടെ കൂടെ കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും എനിക്ക് ഒരു കാര്യങ്ങളും അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി വഴക്കായി. എന്തോ ആ സമയത്ത് ഭർത്താവിനെ എതിർത്തും കുറ്റപ്പെടുത്തിയുമൊക്കെ ഞാൻ സംസാരിച്ചു. അവസാനം പുള്ളി പറഞ്ഞു, പുള്ളിക്ക് കുറച്ച് ബലഹീനതകളൊക്കെ ഉണ്ട്, അതിന് മരുന്ന് കഴിക്കാൻ പേടിയാണ്, ആ പേടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന്.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഡോക്ടറെ പോയി കണ്ടു. ഗുളികകൾ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പുള്ളിക്ക് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ്. കാര്യങ്ങളൊക്കെ റെഡിയായി വന്നു മാഡം. 10 മിനിറ്റ് 1 മണിക്കൂറായി മാറാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഞങ്ങളുടെ ജീവിതം പച്ച പിടിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ മനോഭാവവും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില മനോവ്യതിയാനങ്ങൾ സംഭവിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ബാക്കി കാര്യങ്ങളെല്ലാം നോർമൽ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ആണെന്ന്. പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം നന്നായി കൂടി വന്നു മാഡം. മരുന്ന് കഴിക്കില്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരാവേശം പുള്ളിക്കുണ്ടല്ലോ. എല്ലാ ദിവസവും 1-2 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. കാരണം ഞങ്ങൾ മുറിയിൽ ചേർത്തടച്ചു കഴിഞ്ഞാലും അതിലൂടെ ആരെങ്കിലും നടന്നു പോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു നിഴല് വന്ന പോലെ എനിക്ക് തോന്നും. ഞാനങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചുള്ള സമയത്ത് 2-3 വട്ടം കണ്ടു മാഡം. വാതിൽ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഭർത്താവിനോട് ആംഗ്യം കാണിച്ചു. പുള്ളി ഇപ്പോൾ ചോദിച്ചു എന്താണെന്ന്. ഞാൻ പറഞ്ഞു പുറത്ത് ആരോ ഉണ്ട്, എൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു പറഞ്ഞു. പതുക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഭർത്താവ് സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് വെറുതെ ചിരിക്കുകയും കൊഞ്ചുകയും ഒക്കെ ചെയ്യാം. എല്ലാം പതിയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഉറക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ ശേഷം ആ സംഭാഷണം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഓടിപ്പോയി മുറിയുടെ വാതിൽ തുറക്കും. എങ്കിൽ മാത്രമേ നമുക്കിത് ഉള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി നമ്മൾ സംഭാഷണം നിർത്തി കഴിയുമ്പോഴേക്കും ഡൗട്ട് അടിച്ച് അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ശരിയാണെന്ന്. പിന്നീട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചു, മോളെ ചക്കരെ. അപ്പം ഞാൻ എന്താടാ കുട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചോരെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പതുക്കെ ഓരോ മറുപടി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോയി ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു. അപ്പോഴുണ്ട് എൻ്റെ അമ്മ നക്ഷത്രം പോലെ അവിടെ നിൽക്കുന്നു. പുള്ളിക്കാരി എന്നെ കണ്ട് ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഓടി സ്വന്തം മുറിയിലേക്ക് പോയി. ഞാനും ആ വേഷത്തിൽ തന്നെ പോയി മാഡം. വാരി ചുറ്റി വേഷമായിരുന്നു. എങ്കിലും ഞാൻ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കതക് അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ തുറക്കാൻ പറഞ്ഞു, തുറക്കുന്നില്ല. ഞാൻ ബഹളമുണ്ടാക്കി വാതിൽ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും തുറന്നു. ഞാൻ അകത്തേക്ക് കയറിയിട്ട് ചോദിച്ചു, എന്താ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? എന്നോട് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങളെന്നോട് പറഞ്ഞെങ്കിൽ മാത്രമേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ഡോക്ടറെ അടുത്ത് കൊണ്ടാക്കും, അവിടെ ഷോക്ക് അടുപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരിക്കും കയർത്ത് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഏറ്റവും സുന്ദരനായി കോളേജിൽ എല്ലാവരും ആരാധിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. അയാളോട് എൻ്റെ അമ്മയ്ക്കും വലിയ ഇഷ്ടമായിരുന്നു. അയാളെ അങ്ങോട്ട് കയറി പ്രേമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് ഒത്തിരി പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, അയാളെ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ദേഹത്തേക്ക് ചെന്ന് കയറി ഓഫർ കൊടുക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണ്. പക്ഷേ എൻ്റെ അമ്മ എന്തിനും തയ്യാറായിരുന്നു. അതുകൊണ്ട് അയാളോട് അങ്ങോട്ട് കയറി ഇഷ്ടമാണെന്നും അയാളെ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലാമെന്നും കുറച്ച് ഗ്യാപ്പിലൊക്കെ അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾക്ക് റെഡിയാണെന്നുള്ള രീതിയിൽ പെരുമാറി കഴിഞ്ഞപ്പോഴേക്കും അയാൾ ആ അവസരം യൂട്ടിലൈസ് ചെയ്തു. അയാൾക്ക് തോന്നുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ പോവുകയും ചെയ്തു. അമ്മ ഓർത്തത് അയാളെ പ്രേമിക്കുന്നോ കിട്ടുന്നോ അല്ല ആയിരിക്കാം. പക്ഷേ പുള്ളിക്കാരന് അത് അവസരം മുതലാക്കിയായിരുന്നു. അങ്ങനെയാണ് അമ്മ ഗർഭിണിയായത്. അത് കഴിഞ്ഞപ്പോഴേക്കും പണ്ടത്തെ കാലമല്ലേ, പുള്ളിക്കാരൻ കൈയൊഴിഞ്ഞു. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്കിതിൽ ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് പുള്ളിയുടെ പാട്ടിന് പോയി. പിന്നീട് ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അയാൾ വലിയൊരു വീട്ടിലെ ആളാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് അയാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി എൻ്റെ അമ്മ പേടിച്ചു. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളായി ആളാരാണെന്ന് അമ്മ ആരോടും പറഞ്ഞിട്ടുമില്ല. ഇന്ന് വരെയും അത് പറയാതെ പോയതിന് പിന്നിലെ കാരണം അങ്ങനെയാണ്. പക്ഷേ അത്തരം സൗന്ദര്യമുള്ള പുരുഷന്മാരോട് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അടങ്ങാത്ത ആവേശം തിരിയടിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അമ്മയ്ക്ക് ഈ അബദ്ധം സംഭവിച്ചതും ഇങ്ങനെയൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടി വന്നത്. പക്ഷേ അമ്മയുടെ സ്വന്തം ആങ്ങളുടെ കൂടെ ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെയും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ മൂത്തമ്മാവനും ഭാര്യയും തമ്മിൽ അത്ര നല്ല രസത്തിലായിരുന്നില്ല പോലും. ഞാൻ നോക്കിക്കഴിയുമ്പോഴേക്കും ഇത്രയും കാലമായിട്ടും അവരവൻ വഴക്കുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ രണ്ടുപേരും 2 മുറിയിലാണ് കിടക്കുന്നത്. അതെനിക്കറിയാം. കുട്ടികളൊക്കെ മുതിർന്നതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം രാത്രിയിൽ മാമയുടെ മുറിയിലേക്ക് മാമ ഒരു സ്ത്രീയെ വിളിച്ചു കയറ്റുന്നത് അമ്മ കണ്ടു. അത് അയൽ വീട്ടിലെ സ്ത്രീയായിരുന്നു.
അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്. അങ്ങനെ അവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്ക് ആരും കാണാതെ ഉണ്ടായി. ആ സമയത്ത് മാമ അമ്മയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് വല്ലാത്ത ഫ്രസ്ട്രേഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാമയുടെ ഫ്രണ്ടുണ്ട്, കല്യാണം കഴിച്ച ആളാണ്, 2 വീടിനപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. ആ ആളെ രഹസ്യമായിട്ട് മാമ വീട്ടിനുള്ളിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തെന്നും ചില ദിവസങ്ങളിൽ രാത്രി എൻ്റെ അമ്മ കിടക്കുന്ന മുറിയിലേക്ക് അയാൾ വരുമായിരുന്നു. ആ സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ തറയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നെന്ന് പോലും അമ്മ പറഞ്ഞു. അങ്ങനെ അമ്മ ആ വീട്ടിൽ കഴിയുമ്പോൾ സജീവമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു. അത് മാമയും അമ്മയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ഞാനൊക്കെ മുതിർന്ന ശേഷം അമ്മ പുറത്തിറങ്ങി പോകുമായിരുന്നു രാത്രി എന്ന് പറഞ്ഞു. എന്തായാലും മാമ നിർദാക്ഷിണ്യം അവിടുന്ന് അമ്മയെ ഇങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ആ ബന്ധമൊക്കെ പൊട്ടിപ്പാളിസായിപ്പോയി. ഇങ്ങനെ മൊബൈൽ ഫോണിലും മറ്റും സംസാരിക്കുന്ന ബന്ധമൊന്നും ആയിരുന്നില്ലല്ലോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ആകെ കൂടി ഒരു തിക്കുമുട്ടലും പരവേശവും ഹാലിളക്കവും ഒക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങളുടെ മുറിയിൽ വന്നതെന്ന് അങ്ങനെയൊക്കെ കേട്ടതെന്നും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ അമ്മായപ്പനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാളാണെങ്കിലും മതി എന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ കള്ളക്കഥ ഉണ്ടാക്കി പറയാൻ തോന്നിയതെന്നൊക്കെ അമ്മ പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് ചോദിക്കാതിരിക്കാനായില്ല. അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണോന്ന് തല കുലിക്കൊണ്ട് എൻ്റെ അമ്മ സമ്മതിച്ചു. ഒത്തിരി ഇൻട്രസ്റ്റാണ് ഇത്തരം കാര്യങ്ങളിൽ. എത്ര പുരുഷന്മാരോടുകൂടി ബന്ധമുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് മതിയാകില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതോടുകൂടി അമ്മയുടെ മനസ്സെനിക്ക് ഏകദേശം മനസ്സിലായി. പക്ഷേ അവസാനം പറഞ്ഞ വാചകം എന്നെ ഞെട്ടിച്ചു. എനിക്ക് നിൻ്റെ അമ്മായപ്പനാണെങ്കിലും നിൻ്റെ ഭർത്താവാണെങ്കിലും ഒക്കെ അതിനെ കൂടെ നടക്കുമ്പോൾ അവരോട് എല്ലാ ആഗ്രഹം തോന്നിയിട്ടുണ്ട് മോളെ. ചില സമയത്തൊക്കെ അവരുടെ മുറിയിലേക്ക് ഓടിച്ചെല്ലണമെന്ന് എനിക്ക് തോന്നും. നീ ഇവിടെ അധിക സമയമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 പേരെ ഞാൻ എൻ്റെ മുറിയിലേക്ക് താമസിയാതെ വിളിച്ചു കയറ്റും തോന്നും. എനിക്ക് അത്രയും ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടെന്ന് അമ്മ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇതിനൊരു മരുന്നുണ്ടോ എനിക്കറിയില്ല. ഭർത്താവിനോടും അമ്മായപ്പനോടും ഇത് പറയണമെന്ന് ഞാൻ ചിന്തിച്ചു. എങ്കിലും ഭർത്താവിനോട് പറഞ്ഞേക്കാന്ന് വെച്ചിട്ട് വിശദമായിട്ട് ഞാനത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് ശരിക്കും ഞെട്ടി. അവസാനം ഭർത്താവും വന്ന് എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കങ്ങനെയാണ്, എനിക്ക് ക്ലോസായി നിൽക്കുന്ന ആണുങ്ങളോട് താല്പര്യമുണ്ട്. അതുമാത്രമല്ല നിൻ്റെ മാമായോട് വരെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം സഹോദരനായതുകൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങി ഒതുങ്ങി നടന്നത് എന്നൊക്കെ പറയുകയാണ് മാഡം. ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരം ഇപ്പോൾ കൂടി വരികയാണ്. ഡോക്ടറോട് ഞങ്ങളിത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുവരാൻ. പക്ഷേ പുള്ളിക്കാരി 8ക്കും 7ക്കും അടുക്കുന്നില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവസാനം ഞാനൊരു ദിവസം എൻ്റെ അമ്മായപ്പനോട് വിളിച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു. ഭർത്താവിനേക്കാൾ കൂടുതൽ വിവരമുള്ളത് അമ്മായപ്പനാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെയാണല്ലോ മോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, ഭാര്യയൊക്കെ മരിച്ചിട്ട് എത്രയോ കാലമായി, ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു ബന്ധമാകാമല്ലോ. അതെൻ്റെ അമ്മയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഇവിടെ താമസിക്കുകയല്ലേ, ലീഗലായിട്ടുള്ള കല്യാണമൊന്നും വേണ്ട, അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ നടന്നുകൂടെ, പ്രശ്നമൊന്നുമില്ലല്ലോ, അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രായമായില്ലേ മോളേന്ന്. പക്ഷേ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഈ ബന്ധം നന്നായി വരികയാണെങ്കിൽ നമുക്ക് എൻ്റെ ഏട്ടനോട് പറയാം, പ്രശ്നമൊന്നുമില്ല, ഈ വീട്ടിലല്ലേ നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരോട് പറഞ്ഞ് നമുക്കെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മായപ്പനെ ബ്രെയിൻ വാഷ് ചെയ്തു. എന്നിട്ട് അമ്മയോട് പോയി പറഞ്ഞു അമ്മായപ്പന് സമ്മതമാണെന്ന്. അതോടുകൂടി പുള്ളിക്കാരി ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയിക്കോട്ടെന്ന് ചോദിച്ചു. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവന്നു എൻ്റെ അമ്മയെ. അത് കഴിഞ്ഞ ശേഷം ഞാനാണ് അവരെ മണിയറയിൽ കയറ്റി വാതിലടച്ചത്. എനിക്ക് പുറത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും അമ്മയുടെ സ്വഭാവം എനിക്ക് വരരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മുറിയിൽ പോയിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അമ്മ എൻ്റെ മുറിയിലേക്ക് വന്നത്. എന്നിട്ട് എന്നോട് പറയുകയാണ്, മോളെ എന്തായാലും നിന്നോട് നന്ദിയുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കിയല്ലോ. പക്ഷേ ഇങ്ങനെ ശരിക്കും കിളവനാടി, മറ്റേ അങ്ങേരില്ലേ, അതായത് അമ്മയ്ക്ക് എൻ്റെ അമ്മാവൻ കണക്ട് ചെയ്ത് കൊടുത്ത ആ ഫ്രണ്ട്, ആ ഇക്കാടത്രയും വരില്ല മോളെ എന്നുള്ള രീതിയിലാണ് എൻ്റെ അമ്മ സംസാരിച്ചത്. സത്യമായ മാഡം, ഇത്രയും നാളായിട്ടും എൻ്റെ അമ്മയെ ഇങ്ങനൊരു ഭാവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മ പഞ്ചപാവമാണ്, എനിക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിച്ച ഒരു സാധു സ്ത്രീ. പക്ഷേ അമ്മ ഇപ്പോൾ സംസാരിക്കുന്ന സംസാരവും മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തെരുവിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ സംസാരിക്കില്ല മാഡം. എനിക്ക് ഓരോ ദിവസവും ഇത് ഷോക്കായിട്ട് വരികയാണ്. കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇന്ന് ട്രീറ്റ് ചെയ്യാൻ അവർ വരികയുമില്ല.
ഭർത്താവിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, എങ്ങനെ പറയുമെന്നറിയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇയാൾ ശരിയായില്ലെങ്കിൽ ഞാൻ പുറത്തു പോകും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ നിന്റെ ഭർത്താവിനോട് പറ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവായാലും മതി, അവൻ ചെറുപ്പക്കാരനല്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്നോട് പറയുകയാണ്, എന്തായാലും അവനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് 2 മണിക്കൂറൊക്കെ അവനെ കൊണ്ട് പറ്റുമല്ലോ എന്നൊക്കെ പറയുകയാണ്. അതായത് ഞാൻ അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ബെഡ്റൂമിലൂടെ നിന്ന് അമ്മ ഇതെല്ലാം കേട്ടതാണെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. ഞാൻ കുറേ വഴക്കിട്ട് മാഡം, പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അമ്മായിപ്പനെ കുറ്റം പറയുകയാണ്. ഇതെല്ലാം പകൽ സമയത്താണല്ലോ. എൻ്റെ ഭർത്താവിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പുള്ളിക്കാരന് സമയം പോരാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകും. പുള്ളിക്കാണെങ്കിൽ എനിക്കറിയില്ല, ഒരാണല്ലേ, അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല മാഡം. എന്തോ എന്നോടൊന്നും അതിനെപ്പറ്റിയിട്ട് പറയാറില്ല. നീ പറഞ്ഞതുപോലെ നിൻ്റെ അമ്മയെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങേരോട് വഴക്കുണ്ടാക്കും. നിങ്ങളെ മകന് കഴിക്കുന്ന ഗുളിക കഴിക്കണം, എങ്കിൽ മാത്രമേ ശരിയാകുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളിയാണെങ്കിൽ പ്രഷറിനും ഷുഗറിനും മരുന്ന് കഴിക്കുന്ന ആളാണ്. അതിന് കൂട്ടത്തിൽ ഈ മരുന്നെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമോ മാഡം? ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ആകെ ഈ വീട് സംഘർഷഭരിതമായിരിക്കുകയാണ്. മാഡം ഇത് കേട്ടിട്ട് കെട്ടുകഥയാണെന്ന് വിചാരിക്കരുത്. ഇതെനിക്ക് എങ്ങനെ എഴുതി ഫലിപ്പിക്കണം എന്നുള്ളൂ അറിയില്ല. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ കത്തിൽ, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മാഡം ഇതൊന്ന് ശരിയായിട്ട് വായിച്ചിട്ട് എന്നെ ഉൾക്കൊണ്ടിട്ട് ഒരു മറുപടി തരണം. ഇതെങ്ങനെ ഞാൻ മാനേജ് ചെയ്യണം? ഇതെന്തെങ്കിലും മാനസിക രോഗമാണോ? മരുന്ന് കൊടുത്താൽ കുറയുമോ? അതോ അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ശരികളുണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സിറ്റുവേഷനിൽ എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് സാധാരണ രീതിയിൽ കേൾക്കുന്നൊരു കഥയല്ല, ഇതിനകത്ത് നല്ല കൺഫ്യൂഷനുള്ളൊരു കഥയാണ്. എങ്കിലും നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. കാര്യം ഈ അമ്മ പണ്ട് മുതൽ തന്നെ എന്താ ആണുങ്ങളോട്, സൗന്ദര്യമുള്ള ആണുങ്ങളോടോ ഒക്കെ നല്ല താല്പര്യമുള്ള സ്ത്രീയാണ്. കോളേജിലെ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ അങ്ങോട്ട് കയറി ചെന്ന് പല ഓഫറുകളും കൊടുത്തിട്ട് സ്വന്തമാക്കി. അങ്ങേർക്ക് പ്രേമമൊന്നുമില്ലായിരുന്നു, അവസരം യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ ഗർഭിണിയായി, അപ്പോൾ ഭീഷണിയായി. പിന്നെ അവരിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അവസാനം ആരാണെന്നൊന്നും പറയാതെ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. അതിനെ ഉപേക്ഷിച്ചിട്ട് പെങ്ങളെ വേറെ കല്യാണം കഴിപ്പിക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ നാട്ടുകാരെല്ലാം അറിഞ്ഞതുകൊണ്ട് ഒരു ഗതിയും പരഗതിയുമില്ലാതെ ആങ്ങളുടെ കൂടെ കൊണ്ട് താമസിപ്പിക്കേണ്ടി വന്നു. അവിടെ താമസിച്ചു. പിന്നീട് ഈ പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കാം കല്യാണമൊന്നും നടന്നില്ല. നിങ്ങളുടെ അമ്മയും കല്യാണം വേണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് സ്വന്തം സഹോദരൻ്റെ ഒരു അലകുലത്ത് ബന്ധം അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ഭാര്യയോടൊക്കെ പറഞ്ഞ പ്രശ്നമാകില്ലേ? അപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലോട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നും. എന്തായാലും അങ്ങനെ സ്വന്തം പെങ്ങൾക്ക് അയാളുടെ രീതിയിലുള്ള ഒരാളെ കൂടി അയാൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ സജീവമായിട്ട് ഒരു പുരുഷനുണ്ടായിരുന്നു. 1 ആണോ 2 ആണോ നമുക്കറിയില്ല. അങ്ങനെ ഈ അടുത്ത കാലം വരെ, കല്യാണം കഴിക്കുന്നത് വരെ ഈ മകൾ സ്വന്തം മുറിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവരവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അവരുടെ ഒരു ആസക്തി എത്രത്തോളമാണ് നമുക്ക് ഊഹിക്കാം. അത്രത്തോളം റിസ്ക് എടുത്തിട്ട് ആ അമ്മ മുന്നോട്ട് കൊണ്ടുപോയത് സ്വന്തം ആസക്തിയാണ്. മകളെ വളർത്തിയെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പിന്നീട് എന്തോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണോ ഇനി അതോ ഇവർ ബാധ്യമാകുമെന്ന് ഓർത്താണോ എന്നറിയില്ല, ആങ്ങളെ എങ്ങനെ കല്യാണം കഴിക്കുന്ന ആളോട് ഈ ഒരു സഹോദരിയെ കൊണ്ടുപോകണം എന്നുള്ളൊരു നിബന്ധന വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഇവർക്ക് ഈ വീട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോഴേക്കും പഴയ ബന്ധുക്കാരൻ ആ ഒരു ബന്ധുത്വം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഇവർക്ക് രാത്രികൾ നിദ്രാവിഹീനങ്ങളായി, ഒന്നും നടക്കുന്നില്ല. അപ്പുറത്താണെങ്കിൽ സ്വന്തം മകളും ഭർത്താവും കൂടി എന്താണെന്ന് അറിയില്ല, ഇവർക്ക് ഇരിക്കപ്പുറത്തില്ലാതെ ഇവർ പോയിട്ട് ബെഡ്റൂമിൽ ഒളിഞ്ഞു കേൾക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവരുടെ മനസ്സ് അത്രത്തോളം ആസക്തിയിൽ നിന്ന് ഒരിക്കലും മാറാതെ നിൽക്കുകയാണ്. അങ്ങനെയാണ് അവർ ഈ കുൽസിത പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയത്. അങ്ങനെ കള്ളക്കഥകൾ മെനയാൻ തുടങ്ങി. ആ വീട്ടിൽ 2 ആണുങ്ങളാണുള്ളത്. ആ 2 ആണുങ്ങളെയും ചേർത്ത് പുള്ളിക്കാരി കഥ മെനഞ്ഞു. പിന്നെ അവസാനത്തെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് സ്വന്തം ആങ്ങളെയാണെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം അവർ ഫ്രസ്ട്രേറ്റഡ് ആണെന്നും എത്രത്തോളം അവരുടെ മാനസികമായ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളൊരു സ്ത്രീയാണത്. അവർക്ക് പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ആസക്തിയുടെ കാര്യത്തിലാണ് അത്ര ഒരു കോംപ്ലിക്കേഷൻസ്. അതിലും വിചിത്രമായ വേറൊരു കാര്യം, മോള് പേടിച്ചു. അത് അമ്മായിമ്മ പറയുകയാണ്, നിൻ്റെ ഭർത്താവിനെ പോലും ചിലപ്പോൾ ഞാനൊന്ന് വശീകരിച്ചേക്കൊന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അന്ന് വെറുതെ നിൽക്കുന്ന പ്രായമായ അമ്മായിച്ചിനെ നിർബന്ധിച്ചിട്ട് അമ്മായിപ്പൻ്റെ അടുത്തേക്ക് വിട്ടു. ഈ ഭ്രാന്ത് പിടിച്ച് അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് വല്ലാത്ത ജോലിപ്പാടായി. അങ്ങനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറ്റം പറയുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ പറഞ്ഞതുപോലെ ആണായതുകൊണ്ടായിരിക്കും അങ്ങനെ അതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ അയാൾ ഗുളിക കഴിച്ചിട്ട് മെച്ചപ്പെടുത്തണമെന്ന് അമ്മ പറയുകയാണ്. ഇല്ലെങ്കിൽ പുറത്തു പോകും, പുറത്തു നാളെ കൊണ്ടുവരും, അകത്ത് പോകും എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വന്തം മരുമകനെ തന്നെ വളച്ചു പിടിച്ചേക്കെന്നൊക്കെയാണ് പറഞ്ഞതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ കൂടി പേടിച്ച് എന്തൊക്കെയോ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, അങ്ങേർക്ക് പ്രമേഹവും
മറ്റു കാര്യങ്ങളും ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആളാണ്. അങ്ങേർക്ക് സ്വന്തം ഭർത്താവ് കഴിക്കുന്ന മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഈ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് അയാളുടെ പ്രായത്തിന് പറ്റുമെങ്കിൽ മരുന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കഴിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റും. അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. എന്തായാലും ഡോക്ടറുടെ ആ ഒരു മേൽനോട്ടമില്ലാതെ ഒരു മരുന്നും കഴിക്കാൻ പാടില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നിങ്ങളുടെ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, കൗൺസിലിങ്, സൈക്കോതെറാപ്പി, ചിലപ്പോൾ മരുന്നൊക്കെ ആവശ്യമാണ്. അതവർ വന്നെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് ഷോക്കൊന്നും അടുപ്പിച്ച് കഴിഞ്ഞാൽ മാറുന്ന സംഗതിയൊന്നുമല്ല. അപ്പോൾ ചുമ്മാ അങ്ങനെ തമാശയ്ക്ക് പറയുന്നതാണ്. ശാസ്ത്രീയമായ ചികിത്സയാണ് അവർക്ക് ആവശ്യം. കാരണം എന്താണെന്നും എങ്ങനെയാണെന്നും ഏത് വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്നും എന്ത് വികാരങ്ങൾ എവിടെ അടക്കണമെന്നും നമുക്ക് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നോർമലായ ഒരാൾക്ക് തോന്നുന്ന ആ ഒരു ഇഷ്ടം, വികാരം, ആസക്തി ഒന്നും കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് ആസക്തിയൊക്കെ മനുഷ്യനും ജീവിതത്തിൽ വേണമെങ്കിൽ മാത്രമേ ശരിയാകുള്ളൂ. പക്ഷേ അമിതമായ ആസക്തി വലിയ പ്രശ്നമാണ്. അതാണ് ഇവിടെ. അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞതുപോലെ പല കഥകളിലെയും പോലെ പൂച്ചിക്കാരി മണി കിട്ടും, അവരങ്ങോട്ട് വരികയില്ല, ഒന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കാര്യങ്ങൾ എല്ലാമൊന്നും നടന്നത് ഭർത്താവിനോട് പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാമല്ലോ, പുള്ളിയോട് പറയുക. പറഞ്ഞിട്ട് ഇവർക്ക് ഒരു കല്യാണം അറേഞ്ച് ചെയ്യുക. അമ്മായപ്പനെയല്ല, അതിലും ചെറുപ്പക്കാരനായ ഒരാളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിപ്പിക്കുക. നിങ്ങൾ എന്തിനാണ് നാണക്കേട് വിചാരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായി പുറത്തറിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്രയും നാളും കല്യാണം കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീക്ക് പുതിയൊരു വിവാഹബന്ധം. അവർ നോക്കുമ്പോൾ ചോരയും നീരും ഒക്കെയുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഭാര്യ മരിച്ചുപോയ ആളുകൾ കാണും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിവാഹിതരെ കാണും. അപ്പോൾ ഇതേപോലെ സുന്ദരിയായ നിങ്ങളുടെ അമ്മയെ കല്യാണം കഴിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ കാണും. അങ്ങനെ ഒരു കല്യാണത്തിന് അറേഞ്ച് ചെയ്യുക. ആ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ അമാന്തം കാണിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറികൾ ഉണ്ടായി സമൂഹത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി നാണക്കേടാകും. അതിലെത്രയോ നല്ലൊരു കാര്യമാണ് ആദ്യം എന്തിനാ ഇവരെ കല്യാണം കഴിപ്പിക്കുന്നത് ചോദിക്കും. അമ്മയ്ക്കൊരു കൂട്ടാകട്ടെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കല്യാണം നടത്തുക. അങ്ങനെയായി കഴിയുമ്പോഴേക്കും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും. അതായിരിക്കും നല്ലത്. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ പോയി ഗുളിക കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പോൾ അത്രയും ഒരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ ഒരു വരനെ കണ്ടെത്തി ശാന്തയാക്കുക, എങ്കിൽ മാത്രമേ അവർ അടങ്ങൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഏറ്റവും നല്ല വഴി.